ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് പെരുന്നാളല്ലേ, അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞ് എത്തിപ്പെട്ടത് ലുലുമാളിലാണ്. ലുലുമാളിൽ കയറുമ്പോൾ തന്നെ എന്നോട് ഉമ്മയും ബാബയും പറഞ്ഞിരിക്കണം ഒന്നും വാങ്ങാൻ പാടില്ലാന്ന്. എനിക്കങ്ങോട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒന്ന് കയറിയപ്പോൾ കണ്ടതെല്ലാം വാങ്ങാൻ തോന്നി. പക്ഷെ ആവശ്യമുള്ള മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ. ലുലുമാളിൽ ബിരിയാണി ഫെസ്റ്റ് നടക്കുകയാണ്. പെരുന്നാളുമായി ബന്ധപ്പെട്ട് നല്ല വെറൈറ്റി ബിരിയാണിയാണ്. എല്ലാ ബിരിയാണികളും ഉണ്ട്. എഗ് ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, അതുപോലെ മന്തി, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒന്ന് മേടിക്കാമെന്ന് ഫിലു പറഞ്ഞെങ്കിലും ഒന്നും മേടിച്ചില്ല. പിന്നെ പെരുന്നാളൊക്കെ ആയപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചതാണല്ലോ ഓൾറെഡി, അപ്പോൾ അതൊന്നും മേടിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ആ ബിരിയാണി ഫെസ്റ്റൊക്കെ ഒന്ന് നോക്കി നിന്നു. ഫിലു ഓരോ ബിരിയാണീൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ എത്തിപ്പെട്ടത് കപ്പലണ്ടി മിഠായിൻ്റെ സെക്ഷനിലാണ്. അപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പലണ്ടി മിഠായി. അപ്പോൾ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഹൽവ. ആർക്കൊക്കെ ഇഷ്ടമാണ് ഹൽവ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ഉമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഹൽവ. അപ്പോൾ ഉമ്മി പറഞ്ഞു ഫിൽസ ഒരു ഹൽവ പാക്കറ്റ് എടുത്തതെന്ന്. അപ്പം ഞാൻ ഒരെണ്ണം എടുത്തു. പിന്നെ ഞാൻ എത്തിയതില്ല ഫ്രഞ്ച് ഫ്രൈസിൻ്റെ സെക്ഷനിലാണ്. പിന്നെ അത് അച്ചാസിൻ്റെ സെക്ഷനാണ്. ഡിഫറെൻ്റ് അച്ചാസ് ഉണ്ട് ഇവിടെ. അച്ചാർ മാത്രമല്ല, ഉപ്പിലിട്ട വെറൈറ്റി ഉപ്പിലിട്ടതും ഉണ്ട്. നമ്മളിവിടെ വരുമ്പോഴൊക്കെ ഇതൊക്കെ മേടിക്കാറുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മളിതൊന്നും മേടിച്ചിട്ടില്ല. ഫിൽസ കുറേ പറഞ്ഞു ഇത് മേടിക്കണമെന്ന്, പക്ഷെ നമ്മൾ മേടിച്ചില്ല. ഇതൊക്കെ വെറൈറ്റി അച്ചാറുകളാണ്. എല്ലാ അച്ചാറും ഫിൽസ് അങ്ങനെ നോക്കി നടക്കുകയാണ്. പിന്നെ നമ്മൾ എത്തിയത് നമ്മളെ ചീസിൻ്റെ സെക്ഷനിലാണ്. അപ്പോൾ അവിടെ ഹോട്ട് ഡോഗ് ഇരിക്കണ കണ്ടു. ഞാൻ കണ്ടിട്ടുണ്ട് ഹോട്ട് ഡോഗ്, പക്ഷെ കഴിച്ചിട്ടില്ല, വാങ്ങിച്ചില്ല. പിന്നെ നമ്മളെത്തിയത് ജ്യൂസിൻ്റെ സെക്ഷനിലേക്ക്. ഭയങ്കര ഇഷ്ടമുള്ള ജ്യൂസാണ് ഫ്രൂട്ടി. എത്ര പേർക്ക് ഫ്രൂട്ടി ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഫ്രൂട്ടി വാങ്ങിച്ചു. ഉമ്മ പറഞ്ഞ് വാങ്ങണ്ടെന്ന്, പക്ഷെ ഞാൻ വാങ്ങിച്ചു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം സെക്ഷനിൽ തന്നെ ഞാൻ വന്നെത്തി. അപ്പോൾ എനിക്ക് ഐസ്ക്രീം ബാബ വാങ്ങിച്ചില്ല മക്കളെ. അതിൻ്റെ സീക്രട്ട് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരില്ല. പിന്നെ ഞാനൊരു ബോക്സ് മുട്ടായി എടുത്തു. പക്ഷെ ഉമ്മയും ബാബയും സമ്മതിച്ചില്ല, വേണ്ട പറഞ്ഞു. അത് ഞാൻ കേട്ടില്ല. ആ മിഠായി ഞാൻ എടുത്തു. പിന്നെ എന്തോ ന്യൂട്രൽ പോലത്തെ ഒരു ഇതെടുത്തു, ബ്രെഡ് തേക്കാൻ പറ്റിയത് തന്നെയാണ്. അതൊക്കെ ഞാൻ ഇട്ടു. രണ്ടെണ്ണം എടുത്തു. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഉമ്മയും ബാബയും. ഒന്നും കേട്ടില്ല, ഞാൻ എടുത്തോണ്ടേ ഇരുന്നു. അവിടെ കിറ്റ്കാറ്റ് മഞ്ചിരിക്കുന്നുണ്ട്. ഞാൻ കിറ്റ്കാറ്റ് മഞ്ച് അങ്ങോട്ട് എടുത്തിട്ട് വേണ്ട പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല മക്കളെ. പിന്നെ പ്രിങ്കിൾസ് സെക്ഷനാണിത്. അപ്പോൾ പ്രിങ്കിൾസ് അവിടെയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രിങ്കിൾസാണ് എടുത്തോട്ടെ ചോദിച്ച്. ഉമ്മി പറഞ്ഞ ആന്ന്. അപ്പോൾ ഞാൻ ഒരു ഗ്രീൻ്റെ എന്തോ ഉള്ള ഒരു പ്രിങ്കിൾസ് എടുത്തു. സ്പൈസിയാണ്. പിന്നെ ഞാൻ പ്രിങ്കിൾസ് കഴിച്ചുകൊണ്ട് ബാഗിൻ്റെ സെക്ഷനിലാണ് വന്നെത്തിയത്. ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഡിഫറെൻറ്റ് ബാഗ്സാണ് ഉള്ളത്. റേറ്റൊക്കെ ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് വാങ്ങിയില്ല. ഉമ്മയോട് പറഞ്ഞ് എടുത്തോ പക്ഷെ ഉമ്മ സമ്മതിച്ചില്ല. പിന്നെ എൻ്റെ അടുത്ത് ഒരു
ലഞ്ച് ബാഗ് ഇരിക്കണ ഞാൻ കണ്ടു. അത് ഞാൻ എൻ്റെ ഫേവറേറ്റ് കളറും ആയിരുന്നു, പക്ഷെ വാങ്ങിച്ചില്ല. പിന്നെ എത്തിയത് ഒരു കാറിൻ്റെ ഇവിടെയാണ്. കുറച്ച് ഫോട്ടോഷൂട്ട് ഞാൻ നടത്തി, അതൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫിൽസൊക്കെ ഒരു മൈക്ക് മേടിക്കാനും വേണ്ടി നേരെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ലുലു കണക്റ്റിലാണ്. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെയുള്ളത് നോക്കാം. ഇത് പറഞ്ഞ് ശരിയാണ്, മൈക്ക് നോക്കാൻ വേണ്ടി കയറിയത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച മൈക്കല്ല, അവിടെ മൈക്ക് തന്നെ ഇല്ലായിരുന്ന, അത് കിട്ടിയില്ല. എത്തിയത് എന്താണ് മിക്സി സെക്ഷനിലാണ്. ഉമ്മയ്ക്കൊന്ന് കുറച്ച് മിക്സി നോക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. അപ്പോൾ മിക്സിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഓഫറൊക്കെ ഉണ്ട്, പക്ഷെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ സ്റ്റൗവിൻ്റെ സെക്ഷനാണ്. ഓഫറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എത്തിയത് സ്കേറ്റിങ്ങിൻ്റെ സെക്ഷനിലാണ്. പിന്നെ ഒരു കുട്ടീനെ സ്കേറ്റിങ് പഠിപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കേറ്റിങ്. ഫിലൂസ് വ്ളോഗ് ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. നേരെ നമ്മൾ ഫുഡ് കോർട്ടിലോട്ടാണ് വന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര നമ്മളത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. അതൊക്കെ എല്ലാവർക്കും ടാറ്റാ.